രാവിലെ തന്നെ ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി വണ്ടി കയറി. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഫിഷ് ടാങ്കിൽ മീൻ മേടിച്ചിടണമെന്ന്. അങ്ങനെ ഞങ്ങളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മോനാണ് എൻ്റെ മടിയിരിക്കുന്നത്. മോനൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. മോൻ ഉറക്കം എണീറ്റുള്ളതുകൊണ്ട് മോൻ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ കൂളിംഗ് ഗ്ലാസ് ആയിട്ടുള്ള പട്ടിഷയാണ് ഗൈസ്. ഞങ്ങൾ നേരെ ചേച്ചിയും കൂട്ടിയാണ് മീൻ മേടിക്കാൻ പോകുന്നത്. ചേച്ചിയും മോനെന്താ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ പാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ദീപ അക്വേറിയത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ ഉള്ള മീനുകൾ. പല പല കളറിലുള്ള മീനുണ്ട് ഗൈസ്. പല കളറിൽ മഞ്ഞ, പച്ച, പിങ്ക്, ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. ഒത്തിരി ടൈപ്പ് മീനുണ്ട്. കണ്ടപ്പോൾ തന്നെ ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ. അത്രയ്ക്ക് തരത്തിലുള്ള മീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ എല്ലാം കൂടെ മേടിക്കണമെന്ന് തോന്നി. സീബ്രയുടെ ലൈൻസൊക്കെ അങ്ങനത്തെ ഉള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഇങ്ങനത്തെ സൈസുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീൻ മേടിച്ച് അങ്ങോട്ട് വണ്ടി കയറിയപ്പോഴത്തേക്കും മോൻ ഉറങ്ങിയതിന് ശേഷം നേരെ ചേച്ചിയുടെ മോളെ വിളിക്കാൻ പോയോ. മുന്തിരി ഓടി വരുന്നു. മോനെ കാണാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൽ ഓടി വരുവാണ്. ചാടി ഓടിയൊക്കെ വരുന്നു. അങ്ങനെ വന്ന് വണ്ടി കയറി. എന്നിട്ട് മോൻ ഉണർന്നു. മുന്തിരിയുടെ സൗണ്ട് കേട്ടപ്പോഴേ മോൻ ഉണർന്നു. 3 പേരും കൂടെ പാട്ടും പാടി കളി തുടങ്ങി. എന്നിട്ട് വീട്ടിൽ വന്ന ഉടനെ മോന് വിശപ്പായി. അങ്ങനെ ഞങ്ങൾ മോന് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുക. അവൻ സ്വന്തമായിട്ട് കോരി കുടിക്കും. അങ്ങനെ കുടിച്ചെല്ലാം കഴിഞ്ഞ് മോൻ ഉറങ്ങി. അതിനുശേഷം ഫിഷ് ടാങ്കിൽ മീനെല്ലാം പറക്കി എടുത്തിട്ടു. ഇതാണ് ഞങ്ങളുടെ ഫിഷ് ടാങ്ക്.